ബിഗ് ബോസ് താരമായിരുന്ന ഷിജോയുടെ വിവാഹമായിരുന്നു ഇതുവരെ യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരുന്നിരുന്നത്. എന്നാൽ ഇന്ന് അതിനെ ചൊല്ലി മറ്റൊരു വിവാദം കൂടി ഉണ്ടായിട്ടുണ്ട്. നോറ ഷിജോയുടെ മുഖത്ത് കേക്ക് തേച്ചതിന് പിന്നിലായിട്ട് നമ്മുടെ ദിയ കൃഷ്ണൻ പ്രതികരിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിനെ എതിർത്ത് ഷിജോ അവരുടെ ചാനലിൽ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. നോറ എൻ്റെ ഫ്രണ്ടാണ്, അവൾ എന്നോട് പകരം വീട്ടിയതാണ്. അവളുടെ ബർത്ത്ഡേ ടൈമിൽ ഞാൻ അവൾക്കൊരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന് തിരിച്ചു തന്ന പണിയാണ് ഇത്. അതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. നോറ മാനസികമായി തകർന്നിരിക്കുകയാണ് ഇത് ഇത്തരത്തിൽ വാർത്തയായതുകൊണ്ട്. ഞങ്ങളെ വ്യക്തിപരമായി അറിയാത്ത ഒരാളാണ് ദിയ കൃഷ്ണ. എന്നാൽ നോറ എന്നോട് അങ്ങനെ ചെയ്തതിൽ എനിക്ക് യാതൊരു വിഷമമോ പരാതിയോ ഇല്ല. ദിയ കൃഷ്ണ അവർക്കൊരു കണ്ടന്റ് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്തതാണ് എന്നാണ് ഷിജോ പറയുന്നത്. എന്നാൽ ഷിജോ അങ്ങനെ പറയുന്നത് ഷിജോയുടെ ഫ്രണ്ടാണ്. ഷിജോ വിളിച്ചിട്ടാണ് അവർ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നത്. ആ വന്ന വ്യക്തിയെ അപമാനിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടാകും ഷിജോ അങ്ങനെ പറയുന്നത്. എന്നാൽ കണ്ടു നിന്നവർക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം വിവാഹവേഷത്തിൽ നിൽക്കുന്ന വരൻ്റെ മുഖത്ത് കേക്ക് കൊണ്ടുവന്ന് തേച്ചു ആകെ കുളമാക്കുകയാണ് സ്റ്റേജിൽ ആ ഒരു ടൈമിൽ കണ്ടിരുന്നത്. ഇതിനോട് ദിയ കൃഷ്ണ പ്രതികരിച്ചത് എല്ലാവർക്കും തോന്നുന്ന രീതിയിൽ ദിയ കൃഷ്ണ പറഞ്ഞിട്ടുള്ളൂ. ആ വീഡിയോ കണ്ട എനിക്ക് പോലും തോന്നിയിട്ടുണ്ടായിരുന്നു എന്താ ഈ കുട്ടി ചെയ്യുന്നത് എന്ന്. എന്നാൽ നമ്മൾ അതിന് പ്രത്യേകിച്ച് കമൻറ്റോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. എങ്ങനെ നിങ്ങളോട് അവർ പകരം വീട്ടിയതാണ് എന്ന് പറഞ്ഞാലും നിങ്ങൾ വിവാഹവേദിയിലാണ് നിൽക്കുന്നത്. ആ ടൈമിൽ പകരം വീട്ടേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ നമ്മൾക്കെന്താ. പിന്നെ ദിയ കൃഷ്ണ പറഞ്ഞു ഇവരെയൊന്നും എനിക്കറിയില്ല വ്യക്തിപരമായിട്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന്. ബിഗ് ബോസ് താരങ്ങളെ എന്ന് അറിയാത്തവരെല്ലാം ചുരുക്കമാണ്. പിന്നെ നിങ്ങളുടെ അച്ഛൻ സിനിമാ രംഗത്തുള്ള ഒരാളായിട്ട് പോലും നിങ്ങൾക്ക് ബിഗ് ബോസ് താരങ്ങളെ അറിയില്ല എന്ന് പറയുന്നത് കള്ളമാണ്. അത് ജാട കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണെന്നും നമുക്ക് കേൾക്കുന്നവർക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.